നാട്ടിലെ ആമ്പിള്ളേർക്കും വരുത്തന്മാർക്കും ഒക്കെ ഇവളെ തന്നെ മതി. ഇവളുടെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കുഴയാണല്ലോ ഈശ്വര. ഗഗനും സന്ദീപും ഇവളുടെ പിന്നാലെ നടക്കാൻ ഇവൾ എന്ത് കൂടോത്തരമാണോ എന്ത് പ്രയോഗിച്ചത്. ഞാൻ ആ വൈദ്യരെ ഒന്ന് കാണാൻ പോയതാ. പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. വെറുതെ വെയിലും കൊണ്ടത് മാത്രം മെച്ചം. ആ, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിലേ നീ ഇത്തിരി ചായ ഉണ്ടാക്കിത്താ. വല്ലാത്ത തലവേദന. ഇതിപ്പോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പരിഹരിക്കും. ആകെ ഒരു പുലിവാലായല്ലോ ദൈവമേ. അവളെ ഗഗനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്ന് വെച്ചാൽ ബാധ്യതകളെല്ലാം ഒഴിയും. പക്ഷേ അവനൊരു ബാധ്യതയായി മാറും. മറിച്ച് സന്ദീപാണെങ്കിൽ ബാധ്യതയെ ഒഴിയും. അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. എല്ലാം സ്വസ്ഥവും. പക്ഷേ സന്ദീപിന്റെ അമ്മ എതിര് നിൽക്കുന്നിടത്തോളം കാലം ആ വഴി സുഗമമല്ല. എന്താ ഇപ്പൊ ഒരു മാർഗം? അമ്മേ, ആ അമ്മേ, അമ്മ ഇത് എവിടെ പോയതാ? അവരെ കാണാൻ പോയതായിരിക്കും അല്ലേ? ഒന്ന് പതുക്കെ പറയടി. ഇനി ആ കാര്യം ദേവൂട്ടി അറിയണ്ട. പോയിട്ട് എന്തായി? അവരെ കണ്ടോ? എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? കല്യാണത്തെ അവരൊട്ടും അനുകൂലല്ല. എങ്കിലും നമുക്ക് ഗുണപ്രദമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഞാൻ വളച്ചൊടിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ എങ്ങനെ വളച്ചൊടിച്ചെന്നാ ഈ പറയുന്നേ? കാര്യം നടക്കോ ഇല്ലയോ ഒന്ന് തെളിച്ചു പറ. ഞാൻ പറഞ്ഞില്ലേ മോളെ, സന്ദീപും ദേവൂട്ടിയായുള്ള വിവാഹത്തിന് ആ സ്ത്രീ ഒട്ടും തയ്യാറല്ല. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വഴി നോക്കിയല്ലേ പറ്റൂ. അപ്പോ അമ്മ അവരോട് ഗുഡ് ബൈ ചൊല്ലി പിരിഞ്ഞോ? അങ്ങനെ വെറും കൈയും വീശി ഗുഡ് ബൈ ചൊല്ലി പിരിയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അവരുടെ മോനായിട്ട് അവൾ കാശ് കൊടുത്തതല്ലേ. അതിന്റെ ഒരു നഷ്ടപരിഹാരം നമുക്ക് കിട്ടണ്ടേ? ഞാൻ ആ കാര്യം അവരോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തായി? അവര് നമുക്ക് കോമ്പൻസേഷൻ തരാൻ തയ്യാറായോ? സന്ദീപ് ദേവൂട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പായ അവര് നമുക്ക് നല്ലൊരു തുക തരാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. അത് വെച്ച് അത്യാവശ്യം നമ്മുടെ ഈ ബാധ്യതകളിൽ നിന്ന് കരകയറാൻ പറ്റുമായിരിക്കും. അപ്പോ ഗഗന്റെ കാര്യോ? അത് അതിലും വലിയ പൊല്ലാപ്പാ. വരുന്ന വഴിക്ക് അവനെയും കണ്ടു. അവൻ അവളെ തന്നെ കെട്ടണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ഞാൻ പിന്നെ അവനെ പിണക്കാനൊന്നും പോയില്ല. ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. പക്ഷേ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും സന്ദീപ് ദേവൂട്ടിയെ ഉപേക്ഷിക്കുന്നു തോന്നില്ല കേട്ടോ. അതെന്താ? അമ്മയോട് അതേക്കുറിച്ച് എന്തെങ്കിലും അവര് പറഞ്ഞോ? പറഞ്ഞത് അവരൊന്നുമല്ല. ഞാൻ വരുന്ന വഴിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞു. ദേവൂട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിൽ മനം നൊന്ത് സന്ദീപ് കുടജാദ്രിയിലും ചുറ്റുവട്ടത്തുള്ള കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവന്ന്. അത് കഴിഞ്ഞ് കുടജാദ്രിയില് ഏതോ കടത്തണ്ണയിൽ കിടന്നപ്പോ അയാളെ പോലീസ് പിടിച്ചെന്നോ ഉപദ്രവിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ ആൾക്കാര് പറയുന്ന കേട്ടു. ഈ ചെറുക്കൻ ഇവളെന്നും പറഞ്ഞിങ്ങനെ ഒറ്റക്കാലിൽ നിന്നാ നമ്മുടെ കാര്യം ആകെ കുഴയാൻ പോകുന്നു മോളെ. അല്ലേ, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. അവനെ പോലെ കോടീശ്വരനായ ഒരുത്തൻ എന്ത് കണ്ടിട്ടാ ദേവൂട്ടിയെ പോലെ ഒരുത്തിയുടെ പിന്നാലെ നടക്കുന്നേന്നാ? പൊതുവേ ദുർബല. അതിന്റെ കൂടെ ഗർഭിണി എന്ന് പറയുന്ന പോലെയാ. ഒന്നാമതേ സംസാരിക്കാനാവില്ല, കൂട്ടത്തില് കാലിന് സ്വാധീനമില്ല. അവന്റെ തള്ള വെറുതെ അല്ല ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുന്നേ.